എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് SCRT റിവിഷൻ സീരീസ് ആണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള PSC ട്രെൻഡ്സ് അവസാനം Z ആണ്. ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയും കയറാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കാനാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ പ്രസ്താവന, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? 324 മുതൽ 329 വരെയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. അതും ശരിയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിൻ്റെ തലേ ദിവസമാണെന്ത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ആ പ്രസ്താവനയും ശരിയാണ്. കേന്ദ്രത്തിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും അടങ്ങുന്ന 3-അംഗ കമ്മിറ്റിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ പ്രസ്താവനയും ശരിയാണ്. 3-അംഗ കമ്മിറ്റിയാണ്. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് എന്ത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി 6 വർഷം അഥവാ 65 വയസ്സാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി 6 വർഷം അഥവാ 65 വയസ്സാണ്. ആ പ്രസ്താവനയും ശരിയാണ്. 1950 മുതൽ 1989 ഒക്ടോബർ 15 വരെ 5-അംഗ കമ്മീഷനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. 5 അംഗമല്ല, ഏകാംഗ കമ്മീഷനായിരുന്നു. 1950 മുതൽ 1989 ഒക്ടോബർ 15 വരെ എന്തായിരുന്നു? ഏകാംഗ കമ്മീഷനായിരുന്നു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 1 അംഗം മാത്രമുള്ള കമ്മീഷനായിരുന്നു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പിന്നീട് എന്ത് ചെയ്തു? അത് 2 അംഗങ്ങളെ കൂടി വെച്ചിട്ട് 1989 ഒക്ടോബർ 16 മുതൽ 2 അംഗങ്ങളെ വെച്ചിട്ട് എന്ത് ചെയ്തു? അത് 3-അംഗ കമ്മീഷനായി മാറി. വീണ്ടും അത് ഏകാംഗ കമ്മീഷനായി മാറിയിട്ട് വീണ്ടും 3-അംഗ കമ്മീഷനായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഏകാംഗ കമ്മീഷനായിരുന്നു, പിന്നീട് അത് എന്ത് ചെയ്തു? 3-അംഗ കമ്മീഷനായി, വീണ്ടും അത് ഏകാംഗ കമ്മീഷനായി, പിന്നീട് അത് വീണ്ടും എന്ത് ചെയ്തു? 3-അംഗ കമ്മീഷനായി മാറി. ഇതാണ് എന്ത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന അവസാനത്തെ പ്രസ്താവനയായിരുന്നു. 5-അംഗ കമ്മീഷനല്ലായിരുന്നു, ഏകാംഗ കമ്മീഷനായിരുന്നു 1950 മുതൽ 1989 ഒക്ടോബർ 15 വരെ. ആ പ്രസ്താവനയാണ് അതിൽ തെറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയായിരുന്നു. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ്. ആ പ്രസ്താവനയും ശരിയാണ്. 1-ാം ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം 486. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. 489 സീറ്റുകളിലേക്കാണ് 1-ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഖാദി ബോർഡ് LDC പ്രിലിംസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്യാം ശരൺ നേഗിയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയായിരുന്നു.
ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ്. ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്യാം ശരൺ നേഗിയാണ്. ശ്യാം ശരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. പിന്നെ ഒന്നാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം 486 തന്നത്. അത് തെറ്റാണ്. 489 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഏറ്റവും കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ കക്ഷിയായി മാറിയത്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളിയാണ് TN ശേഷൻ. മാക്സസെ പുരസ്കാരം നേടിയ ഇലക്ഷൻ കമ്മീഷണർമാരാണ് TN ശേഷനാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ആരാണ്? TN ശേഷനാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി എന്ന് പറയുന്നത് TN ശേഷനാണ്. മാക്സസെ പുരസ്കാരം നേടിയ ഇലക്ഷൻ കമ്മീഷണർമാരാണ് TN ശേഷനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെന്നാണ്. ആ പ്രസ്താവനയും ശരിയാണ്. നിലവിലെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്ര ആണ്. നിലവിലെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്രയാണ്. ആ പ്രസ്താവന തെറ്റാണ്. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത VS രമാദേവി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം നിർവചൻ സദൻ ന്യൂഡൽഹി. അതും ശരിയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന എന്താണ്? നിലവിലെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ്. സുശീൽ ചന്ദ്ര അല്ല. അപ്പോൾ ഇതിലെ പ്രസ്താവനകളൊന്നുകൂടി നോക്കാം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ആരാണ്? TN ശേഷനാണ്. പിന്നെ മാക്സസെ പുരസ്കാരം നേടിയ ഇലക്ഷൻ കമ്മീഷണർ എന്ന് ചോദിച്ചാൽ അതും TN ശേഷനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ സുകുമാർ സെന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെന്നാണ്. അന്ന് ഏകാംഗ കമ്മീഷനായിരുന്നു. അപ്പോൾ അത് സുകുമാർ സെന്നാണ്. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത, നിലവിലെ ഒരേ ഒരു വനിത മാത്രമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ളത്. അവരാണ് ആര്? VS രമാദേവി. വളരെ കുറച്ചു കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ചുമതല വഹിച്ച ആളെന്ന് ചോദിച്ചാലും VS രമാദേവിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിൽ എന്താണ് ആസ്ഥാനത്തിൻ്റെ പേര്? നിർവചൻ സദൻ എന്നാണ്. നിർവചൻ സദൻ എന്നാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനത്തിൻ്റെ പേര്. ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 236, ആർട്ടിക്കിൾ 326, ആർട്ടിക്കിൾ 324, ആർട്ടിക്കിൾ 234. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 326. ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ 326. 326. ആർട്ടിക്കിൾ 326 ആണെന്ത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ 326. 326. ആർട്ടിക്കിൾ 326 ആണ് സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ്. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച വർഷം ഏതാണ്? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി കുറച്ച വർഷം ഏതാണ്? 1989 ആണ്. 1989 വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി കുറച്ചത്. 1989 എന്ത്? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി കുറച്ചത്. നിഷേധ വോട്ടിന് താഴെ തന്നിരിക്കുന്നവയിൽ നിഷേധ വോട്ട് അഥവാ നോട്ടയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് നിഷേധ വോട്ട് അല്ലെങ്കിൽ നോട്ടയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. നിഷേധ വോട്ട് അഥവാ നോട്ട നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസാണ്. നിഷേധ വോട്ട് അല്ലെങ്കിൽ നോട്ട നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസാണ്. നിഷേധ വോട്ട് നടപ്പിലാക്കിയ ഏഷ്യയിലെ ആദ്യ രാജ്യം ബംഗ്ലാദേശാണ്. നിഷേധ വോട്ട് നടപ്പിലാക്കിയ ഏഷ്യയിലെ ആദ്യ രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയിൽ നോട്ട നടപ്പിലാക്കുവാൻ പൊതു താൽപ്പര്യ ഹർജി നൽകിയ സംഘടനയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. ഇന്ത്യയിൽ നോട്ട നടപ്പിലാക്കുവാൻ പൊതു താൽപ്പര്യ ഹർജി നൽകിയ സംഘടനയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്.
നോട്ട നടപ്പിലാക്കുന്ന 13ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നിഷേധ വോട്ടിൻ്റെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദാണ്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇപ്പോൾ നിഷേധ വോട്ട് അല്ലെങ്കിൽ നോട്ട നടപ്പിലാക്കുന്ന ആദ്യ രാജ്യം ഫ്രാൻസ്, ശരിയാണ്. നിഷേധ വോട്ട് നടപ്പിലാക്കിയ ഏഷ്യയിലെ ആദ്യ രാജ്യം ബംഗ്ലാദേശ്, ശരിയാണ്. ഇന്ത്യയിൽ നോട്ട നടപ്പിലാക്കാൻ പൊതു താൽപ്പര്യ ഹർജി നൽകിയ സംഘടന ഏതാണ്? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, PUCL എന്ന സംഘടനയാണ്. ആ പ്രസ്താവന ശരിയാണ്. നോട്ട നടപ്പിലാക്കുന്ന 13ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആ പ്രസ്താവന തെറ്റാണ്. 13ാമത്തെ അല്ല, 14ാമത്തെ രാജ്യമാണിത് ഇന്ത്യ. നിഷേധ വോട്ടിൻ്റെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദാണെന്ത് നിഷേധ വോട്ടിൻ്റെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ഇതിൽ തെറ്റായ പ്രസ്താവന എന്താണ്? 4ാമത്തെ പ്രസ്താവനയാണ്. നോട്ട നടപ്പിലാക്കുന്ന 13ാമത്തെ രാജ്യമല്ല, 14ാമത്തെ രാജ്യമാണ് ആര്? ഇന്ത്യ. നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ, സഞ്ജയ് കൗൾ, എ ഷാജഹാൻ, ഗോകുൽദാസ്. ഉത്തരം ആരാണ്? ഓപ്ഷൻ സി ആണ്, എ ഷാജഹാനാണ്. എ ഷാജഹാനാണ് നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാനാണ്. രാജീവ് കുമാർ ആരാണ്? കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. സഞ്ജയ് കൗൾ ആരാണ്? കേരളത്തിലെ ഇലക്ട്രൽ ഓഫീസറാണ് ആര്? സഞ്ജയ് കൗൾ. ഗോകുൽദാസ് ആരാണ്? കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗമാണ് ഗോകുൽദാസ്. അപ്പം നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി ആണ്, എ ഷാജഹാനാണ്. ഇനി രാജീവ് കുമാർ, ഓപ്ഷൻ എ രാജീവ് കുമാർ ആരാണ്? കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. ഓപ്ഷൻ ബി സഞ്ജയ് കൗൾ ആരാണ്? സഞ്ജയ് കൗൾ കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ്. ഷാജഹാൻ നമ്മൾ പറഞ്ഞു കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഗോകുൽദാസ് ആരാണ്? കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗമാണ് ഗോകുൽദാസ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നിലവിലെ കേരള സംസ്ഥാന കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി ആണ്, എ ഷാജഹാനാണ്. അടുത്ത ചോദ്യം നോക്കാം. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇതിൽ ഒരു അക്ഷര പിശക് ഉണ്ട്, അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശരിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതെന്താണ്? തെറ്റാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയല്ല, ഗവർണറാണ്. കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ശരിയാണ്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇംപീച്ച്മെൻറ്റ് നടപടിയിലൂടെയാണ് ഇവരെ നീക്കം ചെയ്യുന്നത്. അപ്പോൾ പഞ്ചായത്തിന് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക എന്നതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖ്യ ചുമതല. അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയല്ല, ഗവർണറാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൽ തെറ്റ്. കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. എപ്പോഴും നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നത് സംസ്ഥാന തലങ്ങളിലാണെങ്കിൽ ഗവർണറും കേന്ദ്രത്തിലാണെങ്കിൽ രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത് എപ്പോഴും രാഷ്ട്രപതിയാണ്. ഇതിൽ ഓപ്ഷൻ സി ആണ് തെറ്റ്. അത് ആ ഫാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പബ്ലിക് സർവീസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ശരിയായ പ്രസ്താവനയാണ്. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 315. ശരിയാണ്. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 315 UPSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അതെന്താണ്? ശരിയാണ്. UPSC അംഗങ്ങളുടെ കാലാവധി എന്താണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. PSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. അപ്പോൾ സംസ്ഥാന PSC അംഗങ്ങളുടെ കാലാവധി ആണെങ്കിൽ എന്താണ്? 6 വർഷം ഓക്കെയാണ്, പക്ഷേ വയസ്സ് 62 ആണ്. കേന്ദ്രമാണെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാനമാണെങ്കിലോ
6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. UPSCയിൽ അംഗമായ ആദ്യ മലയാളി EK വേലായുധനാണ്. ആ പ്രസ്താവന തെറ്റാണ്. UPSCയിൽ അംഗമായ ആദ്യ മലയാളി എന്ന് പറയുന്നത് KG അടിയോടിയാണ്. KG അടിയോടിയാണ് എന്ത് UPSCയിൽ അംഗമായ ആദ്യ മലയാളി. അപ്പോൾ അവസാനത്തെ പ്രസ്താവനയാണ് തെറ്റ്. UPSCയിൽ അംഗമായ ആദ്യ മലയാളി ആരാണ്? KG അടിയോടിയാണ്. KG അടിയോടിയാണ്. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 315. UPSC അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാന PSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. UPSCയിൽ അംഗമായ ആദ്യ മലയാളി ഡോക്ടർ KG അടിയോടിയാണ്. EK വേലായുധനല്ല, ഡോക്ടർ KG അടിയോടിയാണ്. EK വേലായുധൻ ആരാണ്? കേരള PSC ചെയർമാനായ ആദ്യ അല്ലെങ്കിൽ പ്രഥമ കേരള PSCയുടെ ചെയർമാനാണ് ആര്? EK വേലായുധൻ. കേരള PSCയുടെ പ്രഥമ ചെയർമാനാണ് EK വേലായുധൻ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. വീണ്ടും എന്താണ്? തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 11 അംഗങ്ങളാണുള്ളത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ സാർ റോസ് ബാർക്കറാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ EK വേലായുധൻ. PSC UPSC അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. PSC UPSC അംഗങ്ങളെ പുറത്താക്കുന്നത് പ്രസിഡൻ്റാണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പോൾ നമുക്ക് നോക്കാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 11 അംഗങ്ങളാണ്. ആ പ്രസ്താവന ശരിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSCയിൽ എത്രയാണ്? 11 അംഗങ്ങളാണ്. ചെയർമാൻ ഉൾപ്പെടെ 11 അംഗങ്ങളാണ്. പ്രസ്താവന ശരിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ സാർ റോസ് ബാർക്കറാണ്. സാർ റോസ് ബാർക്കറാണ് UPSCയുടെ പ്രഥമ ചെയർമാൻ. ആ പ്രസ്താവന ശരിയാണ്. അതുപോലെ കേരള PSCയുടെ പ്രഥമ ചെയർമാൻ EK വേലായുധനാണ്. ആ പ്രസ്താവനയും ശരിയാണ്. നമ്മൾ മുൻ ചോദ്യത്തിൽ പഠിച്ചതാണ്. അപ്പോൾ EK വേലായുധനാണ് കേരള PSCയുടെ പ്രഥമ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ. PSC UPSC അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ പ്രസ്താവനയിൽ പകുതി ഒരു തെറ്റുണ്ട്. PSC അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറും UPSC അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയുമാണ്. അല്ലാതെ രണ്ടും നിയമിക്കുന്നത് രാഷ്ട്രപതിയല്ല. അപ്പോൾ PSC അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. UPSC അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ അത് ഈ പ്രസ്താവനയാണ് എന്ത് ഇതിൽ തെറ്റ്. നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. PSC അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാനങ്ങളിലെ ഗവർണർമാരാണ്. UPSC അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അഞ്ചാമത്തെ പ്രസ്താവന PSC UPSC അംഗങ്ങളെ പുറത്താക്കുന്നത് രാഷ്ട്രപതിയാണ്. ആ പ്രസ്താവന ശരിയാണ്. PSC അംഗങ്ങളെയാണെങ്കിൽ UPSC അംഗങ്ങളെയാണെങ്കിൽ പുറത്താക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതും എങ്ങനെയാണ്? ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ പുറത്താക്കുന്നത് രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നത് PSC അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറും UPSC അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയുമാണ്. അപ്പോൾ ഇതിലെ പ്രസ്താവന 4 തെറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. നോക്കാം. UPSCയുടെ നിലവിലെ ചെയർമാൻ പ്രീതി സുധൻ. UPSCയുടെ നിലവിലെ ചെയർമാൻ പ്രീതി സുധൻ. കേരള PSCയുടെ നിലവിലെ ചെയർമാൻ MR ബൈജു. നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനകാരിയ. നിലവിലെ CAG തുഷാർ മേത്ത. അപ്പോൾ നോക്കാം. ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. പ്രസ്താവനകളൊന്നുകൂടി നമുക്ക് നോക്കാം. UPSCയുടെ നിലവിലെ ചെയർമാൻ പ്രീതി സുധൻ. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. മനോജ് സോണിയായിരുന്നു. മനോജ് സോണി രാജിവെച്ചു. മനോജ് സോണിക്ക് 5 വർഷം കാലാവധി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നേരത്തെ രാജിവെച്ചു. നിലവിൽ പ്രീതി സുധനാണ്. വനിതയാണ്. പ്രീതി സുധനാണ് എന്ത്? UPSC ചെയർപേഴ്സൺ. ഇപ്പോൾ നിലവിൽ UPSCയുടെ ചെയർപേഴ്സൺ ആരാണ്? പ്രീതി സുധനാണ്. അവരിപ്പോൾ ചാർജ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് PSCൻ്റെ ആൻസർ കീ തരുമ്പോൾ അതിൽ നമ്മളെ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിൽ മനോജ് സോണി എന്ന് മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ മനോജ് സോണി ധൈര്യമായിട്ട് ബബിൾ ചെയ്യുക. കാരണം എന്താണത്? ഈ അദ്ദേഹം രാജിവെക്കുന്നതിന് മുമ്പ് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആൻസർ കീയിലും മനോജ് സോണി തന്നെയാണ് വരാൻ സാധ്യത. ഇൻ കേസ് പ്രീതി സുധനും മനോജ് സോണി ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട. നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതേണ്ടത് പ്രീതി സുധനാണ്. കാരണം പ്രീതി സുധൻ ചാർജ് എടുത്തതിന് ശേഷം ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ മനോജ് സോണിയും വരും, പ്രീതി സുധനും വരും.
അപ്പോൾ നമുക്ക് രണ്ടും പ്രീതി സുധനും മനോജ് സോണിയും വരികയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രീതി സുധനെ കറുപ്പിക്കുക. ഓക്കെ, ധൈര്യമായിട്ട് ബബിൾ ചെയ്യുക. അല്ല പ്രീതി സുധൻ ഇല്ല, പിന്നെ വേറെ പേരുകളും മനോജ് സോണിയാണെങ്കിൽ നമ്മൾ മനോജ് സോണിയാണ് കറുപ്പിക്കേണ്ടത്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആൻസർ കീ മനോജ് സോണിയാവും. ഇൻ കേസ് പ്രീതി സുധൻ വന്നിട്ട് ആൻസർ കീ മനോജ് സോണിയാണെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് തിരുത്താവുന്നതാണ്. ഇപ്പോൾ UPSCയുടെ നിലവിലെ ചെയർപേഴ്സൺ പ്രീതി സുധനാണ്. കേരള PSCയുടെ നിലവിലെ ചെയർമാൻ നമുക്കറിയാം MR ബൈജു. ശരിയാണ്. കേരള PSCയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? MR ബൈജു ആണ്. നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗാരിയ. അതും എന്താണ്? ശരിയാണ്. 16ാമത്തെ ധനകാര്യ കമ്മീഷനാണ് നിലവിലെ ധനകാര്യ കമ്മീഷൻ. അതിൻ്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗാരിയാണ്. അരവിന്ദ് പനഗാരിയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗാരിയ. നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷനാണ് അരവിന്ദ് പനഗാരിയ. നീതി ആയോഗ് നിലവിൽ വന്നത് നമ്മൾ പറഞ്ഞു 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അതിൻ്റെ പ്രഥമ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? അരവിന്ദ് പനഗാരിയാണ്. അരവിന്ദ് പനഗാരിയായിരുന്നു. പ്രഥമ CEO സിന്ധുശ്രീ ഗുള്ളറായിരുന്നു. നിലവിൽ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്. ഇപ്പോൾ നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അരവിന്ദ് പനഗാരിയ ആയിരുന്നു. ആ അരവിന്ദ് പനഗാരിയാണ് നിലവിലെ അതായത് 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള 16ാം ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളത്. അതിൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗാരിയാണ്. പുതിയ അപ്പോയിൻമെൻറ്റാണ്, നോട്ട് ചെയ്ത് വെക്കുക. നിലവിലെ CAG തുഷാർ മേത്ത. നിലവിലെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തുഷാർ മേത്ത. ഈ പ്രസ്താവന തെറ്റാണ്. നിലവിലെ CAG തുഷാർ മേത്തയല്ല. നിലവിലെ CAG ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. കാശ്മീരിൻ്റെ ഗവർണറായിരുന്ന ഗിരീഷ് ചന്ദ്ര മുർമു ആണെന്ത് നിലവിലെ CAG. കാശ്മീരിൻ്റെ അല്ല, കാശ്മീരിനെ വിഭജിച്ച് ജമ്മു ലഡാക്ക് എന്നിങ്ങനെ കേന്ദ്രഭരണ പ്രദേശം നിലവിൽ വന്നപ്പോൾ അതിലൊരു കേന്ദ്രഭരണ പ്രദേശത്തിലെ ആദ്യത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണറായിരുന്നു ഗിരീഷ് ചന്ദ്ര മുർമു. അദ്ദേഹമാണെന്ത് നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? നിലവിലെ CAG ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. തുഷാർ മേത്തയല്ല. തുഷാർ മേത്ത ആരാണ്? തുഷാർ മേത്ത നിലവിലെ സോളിസിറ്റർ ജനറലാണ്. തുഷാർ മേത്ത ആരാണ്? നിലവിലെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ത. നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നമ്മുടെ ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. CAG ഗിരീഷ് ചന്ദ്ര മുർമു. തുഷാർ മേത്ത ആരാണ്? സോളിസിറ്റർ ജനറലാണ്. തുഷാർ മേത്ത ആരാണ്? സോളിസിറ്റർ ജനറലാണ്. അടുത്തത് നോക്കാം. ധനകാര്യ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ധനകാര്യ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് എന്താണ്? ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള ചില പ്രസ്താവനകളാണ്. അതിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ, ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 280 വകുപ്പാണ്. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 280 വകുപ്പ്. ആ പ്രസ്താവന ശരിയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ്. 5 വർഷമാണ് കാലാവധി. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 280 ആണ്. അതുപോലെ 5 വർഷമാണ് ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷനിലുള്ളത്. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി VP മേനോനാണ് 1ാം ധനകാര്യ കമ്മീഷൻ. അപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി എന്ന് പറയുന്നത് 1ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ VP മേനോനാണ്. നമുക്കറിയാം സർദാർ പട്ടേലിൻ്റെ കൂടെ ഇന്ത്യൻ യൂണിയനിൽ നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കാനുണ്ടായിരുന്ന ആളാണ് VP മേനോന്. ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു VP മേനോന്. അദ്ദേഹം തന്നെയായിരുന്നു എന്ത് 1ാം ധനകാര്യ കമ്മീഷനിലെ അംഗമായിരുന്നു. അപ്പോൾ 1ാം ധനകാര്യ കമ്മീഷനിൽ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി എന്ന് പറഞ്ഞാൽ അത് VP മേനോനാണ്. പ്രഥമ ധനകാര്യ കമ്മീഷനിൽ തന്നെ അദ്ദേഹം അംഗമായിട്ടുണ്ട്. 1ാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951 KC നിയോഗി ആയിരുന്നു പ്രഥമ അധ്യക്ഷൻ. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ 1ാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951 പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്ന അതേ വർഷം 1951 ഇന്ത്യ റിപ്പബ്ലിക് ആയതിൻ്റെ പിറ്റേ വർഷം 1951 എന്ത് ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. ധനകാര്യ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ KC നിയോഗിയാണ്. ധനകാര്യ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്? KC നിയോഗിയാണ്. ആ പ്രസ്താവനയും ശരിയാണ്. ഇപ്പോൾ KC നിയോഗിയായിരുന്നു എന്ത് ധനകാര്യ കമ്മീഷൻ്റെ
പ്രഥമ അധ്യക്ഷൻ. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗാരിയാണ്. ഈ പ്രസ്താവന തെറ്റാണ്. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗാരിയല്ല. അരവിന്ദ് പനഗാരിയ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്. നിലവിലേത് 16ാം ധനകാര്യ കമ്മീഷനാണ്. ഇതിനു മുമ്പ് 15ാം ധനകാര്യ കമ്മീഷനായിരുന്നു. അതിൻ്റെ ചെയർമാൻ VK സിംഗ് ആയിരുന്നു. അതിൻ്റെ ചെയർമാൻ ആരാണ്? VK സിംഗ് ആയിരുന്നു. അപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? VK സിംഗ് ആണ്. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനാണ് അരവിന്ദ് പനഗാരിയ. അതായത് നിലവിലെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനാണ് അരവിന്ദ് പനഗാരിയ. അപ്പോൾ ഇതിൽ അവസാന പ്രസ്താവനയാണ് തെറ്റ്. 15അല്ല 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനാണ് അരവിന്ദ് പനഗാരിയ. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? VK സിംഗ് ആയിരുന്നു. ആരാണ്? VK സിംഗ് ആയിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ CAGയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ CAGയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ. പൊതു ഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സ്. എന്താണ്? ശരിയാണ്. പൊതു ഖജനാവിൻ്റെ കാവൽക്കാരൻ അല്ലെങ്കിൽ വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? CAG ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. അത് ശരിയാണ്. CAGയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പാണ് അനുച്ഛേദം 148. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. CAGയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 148 ആണ്. ആർട്ടിക്കിൾ 148ലാണ് എന്ത്? CAGയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ധനകാര്യ കമ്മീഷനാണെങ്കിൽ ആർട്ടിക്കിൾ 280 ആണ്. CAGയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 148 ആണ്. CAGയുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. നമ്മൾ UPSCയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് എന്ത്? UPSC ഇലക്ഷൻ കമ്മീഷൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് എന്ത്? CAGയുടെ കാലാവധി. നിലവിലെ CAG R വെങ്കിട്ടരമണി. നിലവിലെ CAG R വെങ്കിട്ടരമണി. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. നിലവിലെ CAG ആരാണ്? R വെങ്കിട്ടരമണി അല്ല, ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. നമ്മളിപ്പോൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതാണ്. നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. R വെങ്കിട്ടരമണി ആരാണ്? R വെങ്കിട്ടരമണി നമ്മുടെ AG ആണ്. അഡ്വക്കേറ്റ് ജനറലാണ്. സോറി, അഡ്വക്കേറ്റ് അല്ല, അറ്റോർണി ജനറലാണ്. നിലവിലെ അറ്റോർണി ജനറലാണ് R വെങ്കിട്ടരമണി. നിലവിലെ അറ്റോർണി ജനറലാണ് R വെങ്കിട്ടരമണി. നിലവിലെ CAG ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് CAG സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കും സംസ്ഥാനത്തിൻ്റെ റിപ്പോർട്ട് CAG സമർപ്പിക്കുന്നത് ഗവർണർക്കും. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് ആർക്കാണ്? രാഷ്ട്രപതിക്കും. സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് ഗവർണർക്കുമാണെന്ത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ CAG സമർപ്പിക്കുന്നത്. ആ പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യയുടെ പ്രഥമ CAG V നരഹരി റാവു. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? V നരഹരി റാവു ആണ്. ഇന്ത്യയിലെ പ്രഥമ ധനകാര്യ കമ്മീഷൻ ആരായിരുന്നു? KC നിയോഗിയായിരുന്നു. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? KC നിയോഗിയാണ്. എന്നാൽ പ്രഥമ CAG ആരായിരുന്നു? V നരഹരി റാവു ആയിരുന്നു ഇന്ത്യയുടെ പ്രഥമ CAG. ഇപ്പോൾ പൊതു ഖജനാവിൻ്റെ കാവൽക്കാരൻ അല്ലെങ്കിൽ ദ വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? CAG ആണ്. CAG ആണ് എന്ത്? ദ വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. CAGയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 148 ആണ്. CAGയുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. നിലവിലെ CAG ആരാണ്? R വെങ്കിട്ടരമണി അല്ല, ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. R വെങ്കിട്ടരമണി അറ്റോർണി ജനറലാണ്. മാറരുത്. അതുപോലെ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് ആർക്കാണ് CAG സമർപ്പിക്കുന്നത്? രാഷ്ട്രപതിക്കും. സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് ഗവർണർക്കുമാണ് എന്ത്? CAG സമർപ്പിക്കുന്നത്. ഇന്ത്യയുടെ പ്രഥമ CAG ആരാണ്? V നരഹരി റാവു ആണ്. പ്രഥമ CAG V നരഹരി റാവു. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന നിലവിലെ CAG R വെങ്കിട്ടരമണി എന്നുള്ളതാണ്. നിലവിലെ CAG അല്ല, നിലവിലെ അറ്റോർണി ജനറലാണ് R വെങ്കിട്ടരമണി. നിലവിലെ CAG നമ്മൾ മുൻ ചോദ്യത്തിലും പഠിച്ചതാണ്. എന്നുകൂടി പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? അത് റിപ്പീറ്റ് ചെയ്ത് നമ്മളെ മനസ്സിലുറപ്പിക്കണം. നിലവിലെ CAG ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. ഈ മുർമു എന്ന് പേര് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? നമ്മളെ സാന്താൾ കലാപത്തിലെ സിദ്ധു മുർമു, കാനു മുർമു. ആ മുർമു എന്നുള്ള ആ ഗോത്രത്തിൻ്റെ പേരാണ്. അപ്പോൾ സാന്താൾ ഗോത്രത്തിലെ ഗോത്രകലാപത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ് സിദ്ധു മുർമുവും കാനു മുർമുവും. 2002 ഇന്ത്യ ഗവൺമെൻറ് അവരുടെ പേരിൽ സ്റ്റാമ്പ് ഇറക്കിയത്. അപ്പോൾ അതേ മുർമു തന്നെയാണ് എന്ത്? ഗിരീഷ് ചന്ദ്ര മുർമു ആണെന്ത്? നമ്മുടെ അതേ മുർമു അല്ല, ആ പേര് വരുന്ന ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നമ്മുടെ എന്ത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതുപോലെ നമ്മുടെ പ്രസിഡൻ്റ് ആരാണ്? അതും ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ദ്രൗപദി മുർമു ആണെന്ത്? നമ്മുടെ
പ്രസിഡൻറ്റ്. അപ്പോൾ അത്രയും ഫാക്റ്റുകളാണ്, അതിങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അടുത്ത് നോക്കാം. അറ്റോർണി ജനറലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. AG അഥവാ അറ്റോർണി ജനറലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാൻ. ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ. എന്താണ്? ശരിയാണ്. ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഓഫീസർ ആരാണ്? അറ്റോർണി ജനറലാണ്. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ അഥവാ AG കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 76 76 പറയുന്നത്. നമ്മൾ CAG ആണെങ്കിൽ ആർട്ടിക്കിൾ 148 ധനകാര്യ കമ്മീഷൻ ആണെങ്കിൽ ആർട്ടിക്കിൾ 280 അറ്റോർണി ജനറൽ ആണെങ്കിലാണ് 76 കണക്ട് ചെയ്ത് വെക്കുക. കണക്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. നിലവിലെ ഇന്ത്യയിലെ അറ്റോർണി ജനറൽ തുഷാർ മേത്ത. ആ പ്രസ്താവന തെറ്റാണ്. നിലവിലെ ഇന്ത്യയിലെ അറ്റോർണി ജനറൽ തുഷാർ മേത്തയല്ല, R വെങ്കിടരമണിയാണ്. തുഷാർ മേത്ത എന്താണ്? തുഷാർ മേത്ത സോളിസിറ്റർ ജനറലാണ്. തുഷാർ മേത്ത ആരാണ്? സോളിസിറ്റർ ജനറലാണ്. നിലവിലെ ഇന്ത്യയിലെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിടരമണിയാണ്. തുഷാർ മേത്ത ആരാണ്? സോളിസിറ്റർ ജനറലാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറൽ. ആ പ്രസ്താവന ശരിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? അറ്റോർണി ജനറലാണ്. പാർലമെൻറ്റ് അംഗമല്ലെങ്കിലും പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അവകാശമുള്ള വ്യക്തിയാണ് ആര്? അറ്റോർണി ജനറൽ. ശരിയാണ്. ഇന്ത്യയിലെ ഏത് കോടതിയിലും ഹാജരാകാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് ആര്? അറ്റോർണി ജനറൽ. അതും ശരിയാണ്. അപ്പോൾ അറ്റോർണി ജനറലിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ ആരാണ്? അറ്റോർണി ജനറലാണ്. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 76 ആർട്ടിക്കിൾ 76 കേന്ദ്ര ഗവൺമെൻറ് നിയമോപദേശം നൽകുന്നത് ആരാണ്? അറ്റോർണി ജനറലാണ്. പാർലമെൻറ്റ് അംഗമല്ലെങ്കിലും പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമുള്ള ആളാണ് ആര്? അറ്റോർണി ജനറൽ. അതുപോലെ ഇന്ത്യയിലെ ഏത് കോടതിയിലും ഹാജരാകാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. നിലവിലെ ഇന്ത്യയിലെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കടരമണിയാണ്. ഇവിടെ തന്നിരിക്കുന്നത് തുഷാർ മേത്ത എന്നാണ്. അപ്പോൾ ആ പ്രസ്താവനയാണ് തെറ്റ്. തുഷാർ മേത്ത ആരാണ്? നിലവിലെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ത. സോളിസിറ്റർ ജനറൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഓഫീസറാണ് ആര്? സോളിസിറ്റർ ജനറൽ. അപ്പോൾ അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലും. അറ്റോർണി ജനറലിൻ്റെ ഇന്ത്യയിലെ പ്രഥമ അല്ലെങ്കിൽ ഒന്നാമത്തെ നിയമ ഓഫീസറാണ് ആര്? അറ്റോർണി ജനറൽ. രണ്ടാമത്തെ നിയമ ഓഫീസറാണ് സോളിസിറ്റർ ജനറൽ. അപ്പോൾ നിലവിലെ അറ്റോർണി ജനറൽ അഥവാ AG ആരാണ്? AG എന്ന് പറയുന്നത് R വെങ്കടരമണിയാണ്. സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. ഈ അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാന തലങ്ങളിലുള്ള പദവിയാണെന്ത്? AG എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന തലങ്ങളിൽ ഈ അറ്റോർണി ജനറലിന്, കേന്ദ്രത്തിൽ അറ്റോർണി ജനറൽ ആണെങ്കിൽ സംസ്ഥാന തലങ്ങളിൽ അതേ പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ആര്? അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ സംസ്ഥാനങ്ങളിലെ ഒന്നാമത്തെ നിയമ ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? അത് അഡ്വക്കേറ്റ് ജനറലാണ്. നമുക്കിനി വരുന്ന ചോദ്യത്തിൽ അതിനെക്കുറിച്ച് പഠിക്കാണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ ആരാണ്? സർ റോസ് ബാർക്കർ, KC നിയോഗി, MC സെത്തൽവാദ്, സുകുമാർ സെൻ. ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ C ആണ്. MC സെത്തൽവാദാണ്. MC സെത്തൽവാദാണ് ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ അല്ലെങ്കിൽ AG എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ ആരാണ്? ഓപ്ഷൻ C ആണ്. MC സെത്തൽവാദാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ A സാർ റോസ് ബാർക്കർ ആരാണ്? സാർ റോസ് ബാർക്കർ ആരാണ്? പ്രഥമ UPSC ചെയർമാനാണ്. പ്രഥമ UPSC ചെയർമാനാണ് സാർ റോസ് ബാർക്കർ. പ്രഥമ UPSC ചെയർമാനാണ് ആര്? സാർ റോസ് ബാർക്കർ. KC നിയോഗി ആരാണ്? ധനകാര്യ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനാണ് KC നിയോഗി. സുകുമാർ സെൻ ആരാണ്? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, പ്രഥമ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? പ്രഥമ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. ഇപ്പോൾ സാർ റോസ് ബാർക്കർ ആരാണ്? UPSCയുടെ പ്രഥമ ചെയർമാനാണ്. KC നിയോഗി ആരാണ്? ധനകാര്യ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനാണ്. MC സെത്തൽവാദാണ് ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ. സുകുമാർ സെൻ ആരാണ്? ഇന്ത്യയിലെ പ്രഥമ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഇന്ത്യയിലെ പ്രഥമ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ ആരാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ C ആണ്. MC സെത്തൽവാദാണ്. MC സെത്തൽവാദാണ് എന്ത്? ഇന്ത്യയുടെ പ്രഥമ AG, ഫസ്റ്റ് AG ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ MC സെത്തൽവാദാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഓഫീസർ ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ, സോളിസിറ്റർ ജനറൽ, CIG ഇവരാരുമല്ല, നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഓഫീസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. സോളിസിറ്റർ ജനറലാണ്.
നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഓഫീസർ എന്ന് പറയുന്നത് സോളിസിറ്റർ ജനറലാണ്. നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കട രമണിയാണ്. ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമ ഓഫീസർ എന്ന് പറയുന്നത് അറ്റോർണി ജനറലാണ്, അത് ആർ വെങ്കട രമണിയും. രണ്ടാമത്തെ നിയമ ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? സോളിസിറ്റർ ജനറലാണ്, അതാരാണ്? തുഷാർ മേത്തയാണ്. നിലവിൽ സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ. നിലവിലെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ്? നിലവിലെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത, MC സെത്തൽവാദ്, ആർ വെങ്കട രമണി, മുഗൾ റോത്തഗി. നിലവിലെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ആര്? തുഷാർ മേത്തയാണ്. MC സെത്തൽവാദ് നമ്മൾ പറഞ്ഞു പ്രഥമ അറ്റോർണി ജനറലാണ്. ആർ വെങ്കട രമണി നിലവിലെ അറ്റോർണി ജനറലാണ്. മുഗൾ റോത്തഗിയാണ് ഇതിൻ്റെ ഇടയിൽ AG അറ്റോർണി ജനറലായ വ്യക്തിയാണ് മുഗൾ റോത്തഗി. അപ്പോൾ നിലവിലെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. നിലവിലെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. തുഷാർ മേത്തയാണ് നിലവിലെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ. അടുത്ത ചോദ്യം, അഡ്വക്കേറ്റ് ജനറലിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുകയാണ്. AG അഥവാ അഡ്വക്കേറ്റ് ജനറലിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. AGയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. അതെന്താണ്? ശരിയാണ്. അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥനാണ് ആര്? അഡ്വക്കേറ്റ് ജനറൽ അഥവാ AG എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോർണി ജനറലും AG ആണ്, അഡ്വക്കേറ്റ് ജനറലും AG ആണ്. അപ്പോൾ അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥനാണ് ആര്? അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ആ പ്രസ്താവന ശരിയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്നു, അത് ശരിയാണ്. അറ്റോർണി ജനറൽ കേന്ദ്ര ഗവൺമെൻറ്റിനാണെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന ഗവൺമെൻറ്റിനാണ് നിയമോപദേശം നൽകുന്നത്. ആ പ്രസ്താവനയും ശരിയാണ്. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 165. നമ്മൾ CAGയെ കുറിച്ച് AGയെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 76 CAGയെ കുറിച്ചാണെങ്കിൽ ആർട്ടിക്കിൾ 148 ധനകാര്യ കമ്മീഷൻ ആണെങ്കിൽ ആർട്ടിക്കിൾ 280 അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 165. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 165. അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 165. കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ്. ആ പ്രസ്താവന തെറ്റാണ്. കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ഗോപാലകൃഷ്ണ കുറുപ്പാണ്. ഗോപാലകൃഷ്ണ കുറുപ്പാണ് എന്ത്? കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ. ഇതിലെ തെറ്റായ പ്രസ്താവന അവസാനത്തെ പ്രസ്താവനയാണ്. എന്താണ് തെറ്റ്? കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പാണ്, CP സുധാകര പ്രസാദ് അല്ല. അപ്പോൾ അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാന തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്നതാരാണ്? അഡ്വക്കേറ്റ് ജനറലാണ്. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 165. അഡ്വക്കേറ്റ് നിലവിലെ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പാണ്, CP സുധാകര പ്രസാദ് അല്ല. ഗോപാലകൃഷ്ണ കുറുപ്പാണ് നിലവിലെ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. അടുത്തത്, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1991 മാർച്ച് 14, മാർച്ച് 92, മാർച്ച് 12, 93 ഏപ്രിൽ 15, 93 മാർച്ച് 22. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1992 മാർച്ച് 12. 1992 മാർച്ച് 12 എന്ത്? ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1992 മാർച്ച് 12. 1992 മാർച്ച് 12 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 1992 മാർച്ച് 12. അതിലും മാർച്ച് 12, 92. 92ലും 2 ഉണ്ട്, മാർച്ച് 12ലും 2 ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 1992 മാർച്ച് 12. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1990 ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1990 ഭേദഗതി പ്രകാരമാണ്. ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 64, 65, 66, 68. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 65 ആണ്.
1990 65-ാം ഭേദഗതി പ്രകാരമാണെന്ത് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടിക വർഗ കമ്മീഷൻ നിലവിൽ വന്നത്. പിന്നീട് ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരം 2003 ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു, ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടിക വർഗ കമ്മീഷൻ എന്നും ഇങ്ങനെ ഈ കമ്മീഷൻ എന്ത് ചെയ്തു, 2 ആയി കമ്മീഷനായിട്ട് നിലവിൽ വന്നു. 2004 നിലവിൽ വന്നത്. ഭേദഗതി 2003 അത് നമുക്ക് ഇനി വരുന്ന ചോദ്യങ്ങളിൽ പഠിക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകുന്നത്. അപ്പോൾ ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1990 65-ാം ഭേദഗതി പ്രകാരമാണ്. ഏത് 1990 65-ാം ഭേദഗതി പ്രകാരമാണ് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്ത് നോക്കാം. സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്ത 2003 ഭേദഗതി. 1990 65-ാം ഭേദഗതി പ്രകാരമാണെന്ത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. 1990 65-ാം ഭേദഗതി പ്രകാരമാണ് സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാൽ ഈ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ ദേശീയ പട്ടികജാതി കമ്മീഷനെന്നും ദേശീയ പട്ടികവർഗ കമ്മീഷനെന്നും രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്ത 2003 ഭേദഗതി ഏതാണ്? ഉത്തര ഓപ്ഷൻ ബി ആണ്, 89-ാം ഭേദഗതിയാണ്. 65-ാം ഭേദഗതി എന്താണ്? സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ്. 1990 അവതരിപ്പിച്ചത്. 89-ാം ഭേദഗതി 2003 അവതരിപ്പിച്ച 89-ാം ഭേദഗതി പ്രകാരമാണെന്ത് സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നിങ്ങനെ 2ആയിട്ട് തിരിച്ചത്. 2 കമ്മീഷൻ നിലവിൽ വന്നത് 2003 ഭേദഗതി പ്രകാരമാണ്. കമ്മീഷൻ നിലവിൽ വന്നത് 2004 ഭേദഗതി 2003 അവതരിപ്പിച്ചത്. 86-ാം ഭേദഗതി എന്താണ്? 86-ാം ഭേദഗതി വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭേദഗതിയാണ്. 86-ാം ഭേദഗതി അത് അവതരിപ്പിച്ചത് എന്നാണ് 2002 അവതരിപ്പിച്ചത്. നിലവിൽ വന്നതെന്താണ്? 2009 എന്ത് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ടുള്ള ആർട്ടിക്കിൾ 21 നിലവിൽ വന്നത് 2009 പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയത്. ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ചത് 2002 86-ാം ഭേദഗതി എന്ന് പറയുന്നത് ആ ഭേദഗതിയാണ്. അപ്പോൾ 2003 ഏത് ഭേദഗതി പ്രകാരമാണ് സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ചത് എന്ന് ചോദിച്ചാൽ 2003 89-ാം ഭേദഗതിയാണ്. 2003 89-ാം ഭേദഗതി പ്രകാരമാണ് സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷനും എന്നിങ്ങനെ 2ആക്കി വിഭജിച്ചത്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും നിലവിൽ വന്നത് 2004 പ്രസ്താവന എന്താണ്? ശരിയാണ്. 2003 89-ാം ഭേദഗതി പ്രകാരമാണെന്ത് 2004 ഈ 2 കമ്മീഷനും നിലവിൽ വന്നത്. ഇപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും നിലവിൽ വന്നത് 2004 ശരിയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 338 ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 338 ശരിയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 338 പട്ടികവർഗ കമ്മീഷനാണെങ്കിൽ ആർട്ടിക്കിൾ 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ് ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ് ആണ്. ആ പ്രസ്താവന തെറ്റാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ അല്ലെങ്കിൽ ആദ്യത്തെ ചെയർമാൻ ആരാണ്? സൂരജ് ബാനാണ്. സൂരജ് ബാനാണ് എന്ത് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? സൂരജ് ബാനാണ്. ആരാണ്? സൂരജ് ബാൻ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഒന്നും കൂടി നോക്കാം. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും നിലവിൽ വന്നത് 2004 ആർട്ടിക്കിൾ 338 പട്ടികജാതി കമ്മീഷനെയും ആർട്ടിക്കിൾ 338 പട്ടികവർഗ കമ്മീഷനെയും പരാമർശിക്കുന്നു. ശരിയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? സൂരജ് ബാനാണ്. കൻവർ സിംഗ് പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ്. രണ്ടും 2004 2004 അപ്പോയിൻമെൻ്റാണ്. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ് അല്ല, സൂരജ് ബാനാണ്. പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് ആര്? കൻവർ സിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ്
നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിലെ തെറ്റ് അവസാനത്തെ പ്രസ്താവനയാണ്. അപ്പോൾ ആദ്യ ചെയർമാൻ ആരായിരുന്നു? പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ കൻവർ സിംഗ് അല്ല, ആരായിരുന്നു? സൂരജ് ബാൻ ആയിരുന്നു. കൻവർ സിംഗ് എന്താണ്? പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു. പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കിഷോർ മക്വാനയാണ്. കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ. അപ്പോൾ പട്ടികജാതി കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ അല്ലെങ്കിൽ ആദ്യത്തെ ചെയർമാൻ 2004 ആയതാരാണ്? സൂരജ് ബാനാണ്. നിലവിലെ ചെയർമാൻ കിഷോർ മക്വാനയാണ്. അന്താർ സിംഗ് ആരാണ്? അന്താർ സിംഗ് ആര്യാണ് എന്ത്? ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ. കൻവർ സിംഗ് ആരാണ്? ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ്. ശ്രീ രാംധർ എന്താണ് ഇതിൻ്റെ ഇടയിൽ ചെയർമാനായ ആളാണ്. ശ്രീ രാംധൻ ആരാണ്? സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു ശ്രീ രാംധൻ. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് കിഷോർ മക്വാനയാണ്. ശ്രീ രാംധൻ ആരാണ്? ശ്രീ രാംധൻ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 1990 ഭേദഗതി പ്രകാരം വന്നത്, 1989 ഭേദഗതി പ്രകാരം വന്നത് സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരുന്നു? അതായിരുന്നു പിന്നെ 90 വന്ന ആ കമ്മീഷൻ്റെ 65 ഭേദഗതി, 1990 65 ഭേദഗതി പ്രകാരം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നു എന്ന് നമ്മൾ പറഞ്ഞു. അന്ന് വന്നപ്പോൾ ആ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാനാണ് ശ്രീ രാംധൻ. പിന്നീട് 89 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് ഇത് രണ്ടായി തരംതിരിച്ചത്. 2002 2003 ഭേദഗതി അവതരിപ്പിച്ചത്. 2004 എന്ത് നിലവിൽ വന്നത്. അങ്ങനെ 2004 നിലവിൽ വന്ന ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ സൂരജ് ബാനായിരുന്നു. അതിൻ്റെ നിലവിലെ അധ്യക്ഷൻ കിഷോർ മക്കാനയായിരുന്നു. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ കൻവർ സിംഗ് ആയിരുന്നു. നിലവിലെ അധ്യക്ഷനാണെന്ത് ഈ അന്താർ സിംഗ് ആര്യ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യം അതാണ്. നിലവിലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ആണ്, അന്താർ സിംഗ് ആര്യയാണ്. അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അന്താർ സിംഗ് ആര്യ. ആരാണ്? അന്താർ സിംഗ് ആര്യയാണ്. ഈ 4 പേരുകളും നമുക്ക് നോക്കാം. 4 പേരുകളും പഠിച്ചാൽ പിന്നെ ഇതിൽ നിന്നൊരു കൺഫ്യൂസിങ് ഫാക്റ്റ് നിങ്ങൾക്ക് വരാനില്ല. അപ്പോൾ ഈ 4 പേരുകളാണ് പഠിച്ചാൽ മതി. അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അന്താർ സിംഗ് ആര്യയാണ്. നിലവിലെ ചെയർമാൻ അന്താർ സിംഗ് ആര്യയാണ്. കിഷോർ മക്വാന ആരാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ്. കൻവർ സിംഗ് ആരാണ്? പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ്. സൂരജ് ബാൻ ആരാണ്? പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ്. ഈ 4 പേരുകളാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. പിന്നെ ശ്രീറാം രാംധനാണ്, അത് സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാനാണ്. അത് ശ്രീറാം രാംധൻ. ഈ 5 പേര് പഠിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഇതിൽ ഓപ്ഷൻ ഏത് വന്നാലും ഒരു കൺഫ്യൂഷൻ വരാനില്ല. അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ അന്താർ സിംഗ് ആര്യയാണ്. ആരാണ്? അന്താർ സിംഗ് ആര്യയാണ്. പട്ടികജാതി ആണെങ്കിൽ അത് കിഷോർ മക്കാനയാണ്. പ്രഥമ ചെയർമാൻ ആരാണ്? കൻവർ സിംഗ്. പട്ടികവർഗ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ കൻവർ സിംഗ് ആണ്. പട്ടികജാതി ആണെങ്കിൽ അത് പ്രഥമ ചെയർമാൻ ആരാണ്? സൂരജ് ബാനാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു 5 പേര് പഠിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ വരുന്നതല്ല. അപ്പോൾ ഈ ഒരു 5 പേരുകളാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അടുത്തത് നോക്കാം. ദേശീയ പട്ടികവർഗ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ദേശീയ പട്ടികവർഗ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. പട്ടികവർഗ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ കൻവർ സിംഗ് ആണ്. 2004 ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. പട്ടികവർഗ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? കൻവർ സിംഗ് ആണ്. നമ്മൾ ഇപ്പോൾ പഠിച്ച ഫാക്റ്റാണ്. അപ്പോൾ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? കൻവർ സിംഗ് ആണ്. 2004 എന്ത് അധ്യക്ഷനായത്. അപ്പോൾ 2003 ഭേദഗതി 89 ഭേദഗതി പ്രകാരം 2004 എന്ത് ഇത് നിലവിൽ വന്നത്. അപ്പോൾ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? കൻവർ സിംഗ് ആണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സ്വാഭാവികമായിട്ടും ശരിയാണ്. എല്ലാ അംഗങ്ങളെയും ചെയർമാനെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഉള്ളത്. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണുള്ളത്. ശരിയാണ്. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനാണെങ്കിലും പട്ടികവർഗ കമ്മീഷനാണെങ്കിലും ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ്? 5 അംഗങ്ങളാണുള്ളത്. ശരിയാണ്.
ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 4 വർഷമാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാലാവധി 4 വർഷമാണ്. ആ പ്രസ്താവന എന്താണ്? അത് ശരിയല്ല, അത് തെറ്റാണ്. 3 വർഷമാണ്. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ആണെങ്കിലും പട്ടികവർഗ കമ്മീഷൻ്റെ ആണെങ്കിലും കാലാവധി ഏതാണ്? 3 വർഷമാണ്, 4 വർഷമല്ല. അപ്പോൾ ആ പ്രസ്താവനയാണ് ഇതിൽ തെറ്റ്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ദേശീയ പട്ടികവർഗ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസ്താവനകളൊന്ന് നോക്കാം. പട്ടികവർഗ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ കൻവർ സിംഗ് ആണ്, 2004. ശരിയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശരിയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ്. ശരിയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 4 വർഷമാണ്. അത് തെറ്റാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാലാവധി 4 വർഷമല്ല, 3 വർഷമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത് ഇതിൽ തെറ്റായത്. 4 വർഷമല്ല, 3 വർഷമാണ്. നമുക്ക് ഈ പ്രസ്താവനയിൽ വരുമ്പോൾ ഇതുപോലെ ഒന്നല്ലെങ്കിൽ നമ്മളെ ഈ അംഗങ്ങളുടെ അംഗസംഖ്യ, അല്ലെങ്കിൽ കാലാവധി, അല്ലെങ്കിൽ നിലവിൽ വന്ന വർഷം, അല്ലെങ്കിൽ പ്രഥമ അധ്യക്ഷൻ, ഇതൊക്കെയാണ് എന്ത് നമുക്ക് പ്രസ്താവനയിൽ തെറ്റിച്ച് തരിക PSC. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയും പഠിക്കാനുള്ളൂ. ഏകദേശം 25ഓളം ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ടോപ്പിക്ക്. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് അഥവാ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കിയത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാനുള്ളത് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസാണ്. ഭരണഘടന പരമല്ലാത്ത സ്ഥാപനങ്ങൾ അഥവാ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, അങ്ങനെയുള്ളത്. അതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.